അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ പലഹാരമാണ്. ചിക്കൻ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റും സൂപ്പറാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ എല്ലങ്ങ് കളഞ്ഞിട്ട് എടുത്താൽ മതി. ഈ ചിക്കനിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നമ്മളൊരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈരിന് പകരം നമുക്ക് നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചിക്കനിൽ നല്ല പോലെ തന്നെ ഞാൻ മസാലയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കിഴങ്ങിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട കേട്ടോ. ഉള്ളൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. കിഴങ്ങ് ഫ്രൈ ചെയ്യുന്നതിന് പകരം അല്ലാതെ വേവിച്ചിട്ടെടുക്കാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കളറൊന്നും മാറണ്ട കേട്ടോ. അകം നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. കിഴങ്ങ് ഫ്രൈ ചെയ്തിരിക്കുന്ന ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ഈ ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഈ ചിക്കൻ്റെ ചൂടൊന്ന് പോയതിനു ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ചെറിയതായിട്ട് നിന്ന് പിച്ചിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കേണ്ടതാണ്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു മീഡിയം വലിപ്പമുള്ള സവാള കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സവാളയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ സവാളയാണെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ലപോലെ തന്നെ ഇവിടെ നിന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കന് കൈ വെച്ചിട്ട് തന്നെ ചെറിയതായിട്ട് പിച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റോളം നമ്മൾ തീ കുറച്ചിട്ടിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണേ. ആ മസാലയൊക്കെ അതിനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൂറ്റി കൊടുക്കാം. 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 1 കപ്പ് മൈദാമാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 കപ്പ് മൈദാമാവും കൂടെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ പാലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിന് ചെറിയൊരു കട്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ എടുക്കുന്ന ചില പൊടികളുടെയൊക്കെ അനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഒരുപാട് അങ്ങ് കട്ടിയാകാനും പാടില്ല, ഒരുപാട് ലൂസായിട്ടും പോകരുത്. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ്. ഈ ഒരു പാത്രം നമ്മൾ ഡയറക്റ്റ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കരുത്. അതിന്റെ അടിയിൽ ഇതുപോലൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ മുകളിൽ വേണം നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന്റെ എല്ലാ സൈഡും നന്നായിട്ട് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മാവിന്റെ കറക്റ്റ് പകുതി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പകുതി നമ്മളെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പകുതി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിംഗ് എല്ലാം കൂടി പതി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് കുറച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫില്ലിംഗ് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു മാവിലേക്ക് താന്നു പോകത്തില്ല. ഇതുപോലെ തന്നെ മുകളിൽ തന്നെ കിടന്നോളും. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് മുഴുവനും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് നമ്മൾ ഈ ഫില്ലിംഗ് ഒരുപാട് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കണ്ട, ചിലപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് അങ്ങ് പൊട്ടിപ്പോവും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന പകുതി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. മുകൾ ഭാഗം ഫുള്ളായിട്ട് കവറാകുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെന്ത് വരുമ്പോൾ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു പാത്രത്തിന് കറക്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു മാവും ഈ ഒരു ഫില്ലിങ്ങും. വലിയ പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഫില്ലിങ്ങും മാവും റെഡിയാക്കേണ്ടതാണ്. അപ്പോൾ ഇനി മൂടി വെച്ച് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ ഇതുപോലെ ഹോളുള്ള അടപ്പാണെങ്കിൽ അതെന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം, ആവി വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇത് ഏകദേശം ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ വെന്ത് വരാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ പാത്രം ആയതുകൊണ്ട് ഇതിൻ്റെ അത്രയും തന്നെ ഉണ്ട് ഈ ഒരു സ്നാക്സും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വീതിയുള്ള ഒരു പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും സമയം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരത്തില്ല. ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ നമ്മളൊന്ന് കുത്തി നോക്കുക. മാവ് ഇതിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മാവൊന്നും ഒട്ടി പിടിക്കുന്നില്ല, അകം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പതിയെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതൊരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയാൽ കുറേ പേർക്ക് തന്നെ കഴിക്കാൻ ധാരാളം ഉണ്ട്. മാവൊന്നും പരത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഒരു മസാല തയ്യാറാക്കുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഇറാനി പോളയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ഒരു പോളയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.